ഈ മുസ്ലിം നിയമപ്രകാരമുള്ള ഒരു സംഭവമാണ് തലാക്ക്. നമുക്കറിയാം, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഡൈവോഴ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് തലാക്ക് എന്നുള്ളത്. ഇന്ന് നമ്മുടെ രാജ്യത്തൊരു 99% ആളുകൾക്കും തലാക്ക് എന്ന് കേട്ടാൽ അറിയാം. എന്നാൽ ഈ സെയിം മതം തന്നെയാണ് സ്ത്രീക്ക് ഇതേപോലൊരു അവകാശമുണ്ട്. പുരുഷന് ചില സർക്കംസ്റ്റൻസിൽ പുരുഷൻ ആ സ്ത്രീയെ ഉപേക്ഷിച്ച് പോവുകയോ അതല്ല എന്താണ് മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയാകുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവളെ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് ആ പുരുഷനെ ഉപേക്ഷിക്കാനുള്ള അവകാശവും ആ മതം തന്നെ നൽകുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഫസഖ്. സത്യത്തിൽ അത് ആളുകൾക്കൊന്നും അറിയില്ല. അത് നമ്മൾ ഇതിലൂടെ റിവീൽ ചെയ്യുന്നുണ്ട് ഈ സിനിമയിലൂടെ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു ത്രില്ലർ മൂവി കൂടിയാണ്. കാരണം ഒരു മർഡർ മിസ്റ്ററിയും കൂടി നമ്മൾ ഈ സിനിമയിലൂടെ കൊണ്ടുവരുന്നുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ചേരുവകളും ചെയ്തിട്ടുള്ളൊരു പടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏതൊരു സംഭവമാണെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്ത് മതമോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ മാറ്റി നിർത്തിയിട്ടൊരു മനുഷ്യന് ജീവിതമില്ല. ഒരു കഥയായാലും ഏതൊരു കഥയാണെങ്കിലും എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലും ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മതം ഉണ്ടാവും. അത് ഈ കഥയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഈ സിനിമയിൽ വന്നേക്കുന്നത്. അപ്പോൾ മാർച്ച് 1-ാം തീയതിയാണ് നമ്മൾ ഇത് റിലീസ് തീയതി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് സഹകരിക്കണം. ഞാൻ പ്രേക്ഷകരോടാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് വിഹാൻ വിഷ്ണു. ഈ സിനിമയിൽ പുതുമുഖമാണ്, ഹീറോ ആയിട്ടാണ് ഇതിനകത്ത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റഡ് ആണ്, വളരെ ഹാപ്പിയാണ്. ഒരു പുതുമുഖം എന്ന രീതിയിൽ നല്ലൊരു വേഷം ഇതിനകത്ത് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അഞ്ചാം ഭേദം മറ്റു പടങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആണ്. അതിൻ്റെ ആ കോൺസെപ്റ്റ് തന്നെയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. ഇത്രയും ചെറിയൊരു ബഡ്ജറ്റിൽ തന്നെ ഒരുപാട് VFXൻ്റെ ഭാഗങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിൽ തന്നെ ചെന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട്. ആ ഗാനങ്ങളിൽ ഒരുപാട് വിഷ്വൽസ് നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ ഇതിൽ സത്താർ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സത്താർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇച്ചിരി ഉഴപ്പനാണെന്നുണ്ടെങ്കിൽ പോലും സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം. ഇതിൽ ACP നജീബ് നൗഷാദ് ഹസൻ എന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അത് ACPയുടെ പേര് എപ്പോഴും പറയുന്നില്ല, ഫുൾ ACP എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് പേര് പറഞ്ഞത്. ചോദിച്ചാൽ ഡയറക്ടർക്ക് അറിയത്തില്ല ചില സമയത്ത് പേര്. ഇത് ഒരു ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇതിൻ്റെ കോണ്ടൻറ്റ് തന്നെയാണ്. അത് ഇതുവരെ ആരും പറയാത്തതും എന്നാൽ അമർ പറഞ്ഞാൽ എല്ലാവരും പറയപ്പെടേണ്ടതുമായ ഒരു കാര്യമായതുകൊണ്ട് ഇതിന് വേണ്ട പ്രോത്സാഹനം തന്ന് സഹായിക്കണമെന്ന് മീഡിയ അടുത്തും പ്രേക്ഷകരുടെ അടുത്തും എല്ലായിടത്തും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതായത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ പോലും ദൈവം എന്ന വിശ്വാസത്തിൻ്റെ പേരിൽ ഇപ്പോൾ എല്ലാ ദൈവങ്ങളും എല്ലാ മതങ്ങളും പറഞ്ഞ അവരുടെ ദൈവങ്ങളാണ്, അവരുടെ ദൈവമാണ് സത്യമായി ഉള്ളത് എന്നാണ്. ശരിക്കും ദൈവം ഒന്നേ ഉള്ളൂ എന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ അഞ്ചാം വേദം എന്ന ടൈറ്റിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് വാചകങ്ങൾ എഴുതി നിറച്ച ഒരു വേദഗ്രന്ഥമൊന്നുമല്ല, ഒറ്റ വാചകമേ ഉള്ളൂ: മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുക, സ്നേഹിക്കാൻ പഠിക്കുക. അത് ഒരു കൺസെപ്റ്റായിട്ട് അഞ്ചാം വേദം എന്നൊരു കൺസെപ്റ്റായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഞാൻ ജോജി, ഈ സിനിമയുടെ സംഗീത സംവിധായകനാണ്. ഈ സിനിമയിൽ 3 പാട്ടുകളാണുള്ളത് ഞാൻ ചെയ്തിട്ടുള്ളത്. 3ഉം ഡിഫറെൻറ്റ് ജോണേഴ്സിലുള്ള പാട്ടുകളാണ്. ഒരു പാട്ടൊരു ഖവാലി സൂഫി സ്റ്റൈലിലുള്ളൊരു സോങ്ങാണ്. ആ പാട്ട് എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്, പാടിയിരിക്കുന്നത് സിയ ഉൽ ഹക്കാണ്. നെക്സ്റ്റ് സോങ് ചിത്ര ചേച്ചിയാണ് പാടിയിരിക്കുന്നത്. സൗമ്യ രാജ് ആണ് പുതിയ ഒരു രചയിതാവാണ് എഴുതിയിരിക്കുന്ന പാട്ടുകൾ. അതൊരു സാഡ് സോങ്ങാണ്. നെക്സ്റ്റ് സോങ് മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിത ഞാൻ ട്യൂൺ ചെയ്തതാണ്. അത് അദ്ദേഹം തന്നെയാണ് പാടിയിരിക്കുന്നത്. അതൊരു കൊറോണ ബേസ്ഡ് സോങ്ങാണ്. കൊറോണയുടെ കാലഘട്ടമാണ് നമ്മളുടെ ഈ സിനിമയുടെ കാലഘട്ടം. അപ്പോൾ ആ ഒരു കാലഘട്ടം കാണിക്കാനുള്ളൊരു സോങ്ങാണ്.
ആ സോങ് മുരുകൻ കട്ടക്കട തന്നെയാണ് പാടിയിരിക്കുന്നത്. അപ്പം പാട്ടുകളിപ്പോൾ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല റെസ്പോൺസാണ്. അപ്പം എല്ലാവരും ഈ സിനിമയും പാട്ടുകളെയും പ്രോത്സാഹിപ്പിക്കണം. വൈ നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം? ഒരുപാട് സിനിമ കാണുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയണേ, ഫസ്റ്റ് സീൻ തൊട്ട് നമ്മൾ സ്റ്റോറിയിൽ അങ്ങ് എൻ്റർ ആവുകയാണ് ചെയ്യുന്നത് ഈ പടത്തിൽ. ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. കാരണം ഒരു എന്താ പറയുക, കഥാപാത്രം, അവരുടെ ഫ്രണ്ട്സ്, അങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷനൊന്നുമില്ല. വെരി ഫസ്റ്റ് സീനിൽ നമ്മൾ സ്റ്റോറി ലൈനിലേക്ക് അങ്ങ് കയറുകയാണ് ഈ പടത്തിൽ. അതായത് ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് സീൻ വരെ സ്റ്റോറിയുമായി കണക്റ്റായിട്ട് തന്നെയാണ് എല്ലാ സീനും പോകുന്നത്. ഒരു സീൻ പോലും എന്താ പറയുക, വേണോ വേണ്ടയോ അങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സീൻ പോലും ഈ സിനിമയിൽ ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ ഫുള്ള് എൻഗേജ്ഡ് ആയിട്ടിരിക്കും. സോ അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ. നായകൻ്റെ ബാപ്പ മോനൂട്ടി, അതാണ് എൻ്റെ റോള്. ഒരു ഭയങ്കര വ്യത്യസ്തമായ റോളൊന്നുമല്ല. ഒരു നമ്മൾ കണ്ടുമറന്ന മുസ്ലിം ഭാവത്തിലും രൂപത്തിലും ഡയലോഗ്സിലും ഉള്ള ഒരു മുസ്ലിം ക്യാരക്ടറല്ല. കഥ ആവശ്യപ്പെടുന്ന ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായതുകൊണ്ട് ഈ മോനൂട്ടി എന്ന കഥാപാത്രം ഞാൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു, തരക്കേടില്ലാത്ത വിധം ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. വില്ലൻ്റെ ഉമ്മയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് അക്ബറിൻ്റെ അഷ്റഫ്. ഞാൻ അസ്രു എന്നാണ് ഇതിൻ്റെ ക്യാരക്ടറിനെ വിളിക്കുന്നത്. അസ്രുവിൻ്റെ ഉമ്മയായിട്ട് ആമിനു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. നല്ല ശക്തമായൊരു കഥാപാത്രമാണ് എന്നെ വിശ്വസിച്ച് നമ്മുടെ മുജീബിക്കയും ബിനീൽ സാറും ഒക്കെ തന്നിരിക്കുന്നത്. അത് എന്നെക്കൊണ്ട് പറ്റാവുന്ന മാക്സിമം നന്നായി ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ കണ്ട് വിലയിരുത്തുക. പിന്നെ കട്ടപ്പനയുടെ ഭംഗി വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ളൊരു സിനിമയാണ് അഞ്ചാം വേദം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ എല്ലാ കഥാപാത്രങ്ങളും വളരെ മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. സത്താറിൻ്റെ സിസ്റ്ററായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. സൈറ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. നല്ല രീതിയിൽ ഞങ്ങളെല്ലാവരും വളരെ കോപ്പറേറ്റ് ചെയ്തൊരു മൂവിയാണ്. അതുപോലെ തന്നെ ഈ പടത്തിൽ ഒരു പാട്ട് എഴുതാനുള്ളൊരവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പാടിയിരിക്കുന്ന ചിത്ര ചേച്ചിയാണ്. നല്ല രീതിയിൽ തന്നെ അതും എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഈ ഒരു പടത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഇതിനകത്ത് ഒരു ഇടത് രാഷ്ട്രീയക്കാരൻ്റെ വേഷമാണ്. പിന്നെ നായകനായ സത്താറിൻ്റെ സുഹൃത്തുമാണ്. എന്നാൽ കൂട്ടത്തിൽ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഈ എന്താ പറയുക, നല്ലൊരു സിനിമയാണ്. അങ്ങനത്തെ മറ്റെല്ലാ ടെക്നിക്കൽ സൈഡിലാണെങ്കിലും എല്ലാം വളരെ മികച്ചു നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എല്ലാവരും പുതുമുഖങ്ങളാണ്, അല്ലെങ്കിൽ എല്ലാവരും അത്ര പരിചയമില്ല എന്ന് തോന്നിയാൽ പോലും സിനിമ വളരെ മികച്ചതാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ കൂടെ അപേക്ഷ. ഉമ്മച്ചേട്ടാണ് ഞാൻ ഈ സിനിമയിൽ വേഷം ചെയ്തിട്ടുള്ളത്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സൈനബ എന്നാണ്. അഞ്ചാം വേദം എന്ന ഇത്രയും നല്ലൊരു ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് എനിക്ക് സാധിച്ചതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമെന്നും നമ്മുടെ സിനിമ വിജയിപ്പിക്കണമെന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആശംസകളും. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാൻ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റീസെൻ്റ് അതൊരു മതത്തിൻ്റെ കാര്യമല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഈ നെക്സ്റ്റ് 2 മാസത്തിനുള്ളിൽ ഇലക്ഷൻ വരുന്നുണ്ട്. നമ്മുടെ 20 പാർലമെൻറ്റ് സീറ്റുണ്ട് നമുക്കിവിടെ. 20 പാർലമെൻറ്റ് സീറ്റിൽ എത്ര സീറ്റിൽ പെണ്ണുങ്ങൾ മത്സരിക്കും? നമുക്ക് അതുപോലെ എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയത്തിലും എല്ലായിടത്തും ഒരു മെയിൽ ഡൊമിനേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫസഹ് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും തലാഖിൻ്റെ സെയിം തന്നെയാണ് ഫസഹ്. പക്ഷെ തലാഖ് അറിയാത്ത ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ഉണ്ടാവില്ല. ഇന്ത്യയിൽ ജീവിക്കണ, ഞാൻ പറഞ്ഞ മുസ്ലിം സമുദായത്തിലല്ല, അതായത് ഇന്ത്യയിൽ ജീവിക്കണ ഒരു 99% ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഏത് മതം ആയിക്കോട്ടെ, അവന് ഫസഹ് ഈ തലാഖ് എന്ന് പറഞ്ഞാൽ അറിയാം. പക്ഷെ ഫസഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് പോലും അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അതൊന്നും അങ്ങനൊരു സാധനം ഉണ്ടെന്ന് അവരറിയണ്ടേ. പിന്നെ ഞാനൊരു കഥ പറയുമ്പോഴത്തേക്ക് എനിക്ക് അറിയാവുന്ന കഥയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യമായിട്ടൊരു കഥ പറഞ്ഞതാണ്. അപ്പോൾ ആ കഥ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ആയതും എനിക്കറിയാവുന്ന ഒരു കഥയാണ് ഞാൻ പറയണത്. അത്രേ ഉള്ളൂ. അതിൽ വേറെ നമ്മൾ ഒരിക്കലും പൊളിറ്റിക്സാ അല്ലെങ്കിൽ ഒരു മതത്തിനെ ഒന്നും പറയാൻ ഉദ്ദേശിച്ചല്ല. എനിക്കറിയാവുന്നൊരു കഥ ഞാൻ പറയുന്നു. അതാണ് അതിൻ്റെ ഫാക്റ്റ്.
ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ സമൂഹം അങ്ങനെയാണ് ശരിക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ കേരളം ഇപ്പോൾ 1956 മുതൽ ഇത്രയും വർഷമായിട്ട് ഒരു ഫീമെയിലും ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ടോ? ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഈ 50-50 സംവരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങളിൽ വരെ സ്ത്രീകൾ വന്നേക്കണം. സ്ത്രീകൾ മുന്നോട്ട് വരണം, അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടിട്ടാണ് അതങ്ങനെ ചെയ്തത്. ഒരിക്കലും മെയിൽ എതിർത്തുള്ളൊരു പടമല്ല, ഈക്വൽ ഒരു പാർട്ണറായിട്ട് ഫീമെയിൽസിനെയും കാണണം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളത്